അപ്പൊ ഇന്നത്തെ കാളിയമർദ്ദനം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. കാളിയമർദ്ദനം അതായത് യമുനാ നദിയോട് ചേർന്ന് തടാകത്തിൽ വെച്ച് കൃഷ്ണൻ കാളിയന്റെ ഗർഭം അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു. കാളിയന്റെ പത്നിമാർ പ്രാർത്ഥിച്ചതുകൊണ്ട് അവനോട് കരുണ കാട്ടുന്നതുമായ ഒരു ലീലയാണ് ഈ കാളിയമർദ്ദനം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് അതായത് കാളിയനെ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചത്. കാളിയൻ എന്താ യമുനാ ഹൃദയത്തിൽ വസിക്കാൻ കാരണം ശ്രീകൃഷ്ണൻ കാട്ടുതീയിൽ നിന്ന് ഗോപന്മാരെയും മറ്റും രക്ഷിച്ചത്. അപ്പൊ ആ ഇതിലേക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കാളിയന്റെ വിഷം കലർന്ന യമുനാ നദീജലത്തെ ശുദ്ധീകരിക്കുവാനായി കൃഷ്ണൻ നദീതീരത്തുള്ള ഒരു കടമ്പ് വനത്തിൽ കയറുകയും വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്തു. എന്നിട്ട് നിർഭയനായി വെള്ളത്തിൽ കിടന്ന ഒരു മതയാനയെ പോലെ കളിക്കുവാൻ തുടങ്ങി. തന്റെ വാസസ്ഥലത്തേക്ക് കൃഷ്ണൻ അതിക്രമിച്ച് കടന്നത് സഹിക്കാനാകാത്ത കാളിയൻ അതിവേഗം ചെന്ന് ആ മാറിടത്തിൽ കടിച്ചു. ഇത് കണ്ട് കൃഷ്ണന്റെ മിത്രങ്ങൾ ബോധരഹിതരായി നിലംപതിച്ചു. ആ വേളയിൽ വൃജത്തിൽ ഭൂമി കുലുങ്ങുക, നക്ഷത്രങ്ങൾ വീഴുക, വിവിധ ജീവികളുടെ ഇടത് കൈയും കാലും വിറയ്ക്കുക എന്നിങ്ങനെയുള്ള പല ദുശകുനങ്ങളും സംഭവിച്ചു. ഇന്ന് കൃഷ്ണൻ ബലരാമനെ കൂടാതെയാണ് കാട്ടിലേക്ക് പോയത്. എന്ത് ദുർഭാഗ്യമാണോ അവന് മേൽ പതിച്ചിട്ടുണ്ടാവുക എന്ന് വൃന്ദാവനവാസികൾ ചിന്തിച്ചിട്ട് അവർ കൃഷ്ണന്റെ പാദമുദ്രകൾ പിന്തുടർന്ന് യമുനാ തീരത്തെത്തി. യമുനാ നദിയോട് ചേർന്ന് ജലത്തിൽ ഒരു കരിനാഗത്തിന്റെ ചുരുളുകൾക്കിടയിൽ പെട്ടുകിടക്കുന്ന കൃഷ്ണനെ തങ്ങളുടെ ജീവിതത്തിന്റെ സത്തയെ അവർ കണ്ടു. ത്രിലോകങ്ങളും ശൂന്യമായി തീർന്നതുപോലെ അവർക്ക് തോന്നി. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അവരൊക്കെയും തയ്യാറായി. പക്ഷേ കൃഷ്ണന്റെ ശക്തിയെക്കുറിച്ച് അസലായറിയുന്ന ബലരാമ ഭഗവാൻ അവരെ തടഞ്ഞു. അപ്പോൾ തന്റെ ബന്ധുമിത്രാദികൾ എത്ര അസ്വസ്ഥരായിരിക്കുന്നു എന്ന് കണ്ടിട്ട് കൃഷ്ണ ഭഗവാൻ സ്വശരീരത്തെ വളരെയധികം വികസിപ്പിക്കുകയും സർപ്പം പിടിയയച്ച് ഭഗവാനെ മോചിപ്പിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. തുടർന്ന് ഭഗവാൻ സർപ്പത്തിന്റെ പത്തികളിൽ കയറി നിന്ന് കളിയായി നൃത്തമാടാൻ തുടങ്ങി. അത്ഭുതകരമായ ദ്രുത നടനത്താൽ കാളിയൻ തളരുവോളം അവന്റെ 1000 ഭണങ്ങളെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ചവിട്ടി മതിച്ചു. വായുകളിൽ നിന്ന് രക്തം ഛർദിച്ച് കാളിയനെ കൃഷ്ണൻ ആദിപുരുഷനും എല്ലാ ചരാചരങ്ങളുടെയും ആത്മീയ ഗുരുവുമായ നാരായണനെ ആണെന്ന് ഒടുവിൽ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയും ചെയ്തു. കാളിയൻ ക്ഷീണിച്ച അവസ്ഥനായെന്ന് കണ്ട കാളിയ പത്നിമാർ കൃഷ്ണഭഗവാന്റെ പാദപങ്കജങ്ങളിൽ വന്ന് നമിച്ചു. എന്നിട്ട് ഭർത്താവിന്റെ മോചനം കാംക്ഷിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രാർത്ഥനകൾ ഉരുവിടാൻ തുടങ്ങി. ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ ക്രൂരനായ ഭർത്താവിനെ ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചത് ഉചിതമാണ്. സത്യത്തിൽ അങ്ങയുടെ കോപം അദ്ദേഹത്തിന് നേട്ടമായാണ് ഭവിച്ചിരുന്നത്. പൂർവ്വജന്മങ്ങളിൽ എത്രമാത്രം പുണ്യം കാളിയൻ സംഭരിച്ചിട്ടുണ്ടാവണം. തന്റെ ശിരസിൽ പരമദീപോത്വ പുരുഷന്റെ പാതാരബിന്ദങ്ങളിൽ ധൂളി വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവല്ലോ. പ്രപഞ്ച മാതാവായ ലക്ഷ്മി ദേവിക്ക് പോലും ലഭിക്കാൻ പ്രയാസമായ ഒരു നേട്ടമാണിത്. അജ്ഞാനം മൂലം കാളിയൻ ചെയ്ത അപരാധം ക്ഷമിച്ച് അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിച്ചാലും നാഗപത്നിമാരുടെ സ്തുതി കേട്ട് തൃപ്തനായ കൃഷ്ണൻ ഓർമ്മയും ശക്തിയും എല്ലാം തിരിച്ചു കിട്ടിയ കാളിയനെ മോചിപ്പിച്ചു. കാളിയൻ ദുഃഖം പുരണ്ട സ്വരത്തിൽ താൻ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞു. ഒടുവിൽ കൃഷ്ണ ഭഗവാനെ വളരെയധികം സ്തുതിക്കുകയും അദ്ദേഹത്തിന്റെ കൽപ്പന സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. സകുടുംബം യമുനാ നദി വിട്ട് രമണദ്വീപിലേക്ക് മടങ്ങാൻ കൃഷ്ണൻ കാളിയനോട് നിർദ്ദേശിച്ചു. അപ്പൊ ഇതാണ് ഇതിന്റെ ചുരുക്കം. പിന്നെ നമുക്ക് 10ാമത്തെ സ്കന്ധത്തില് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തില്
കാളിയന്റെ ഇതിൽ നമുക്ക് ശ്രീമദ് ഭാഗവതം ശ്ലോകങ്ങളിലൂടെ ഒന്ന് പോവാം. ശ്ലോകം ഒരു കാളിമർദ്ദനം ശ്ലോകം ഉള്ളത് കുറച്ച് ശ്ലോകം ഉള്ളൂ. അത് വായിക്കാമല്ലേ? അറുപത്തേഴ് ശ്ലോകമേ ഉള്ളൂ, പെട്ടെന്ന് വായിക്കാം. ഷോഡശോധ്യായ. വിലോക്യ ദുഷിതാം കൃഷ്ണം കൃഷ്ണം കൃഷ്ണാഹിനം വിഭും തസ്യാവിശുദ്ധി അന്വിഷ്യൻ സർപ്പം തൗപ ഉദവാസയത്. രാജോവാച കഥം അന്തർജലേ ഗാധേ നഗ്രഹണാത് ഭഗവാൻ ഹഹിം സവൈ ബഹു യുഗാവാസം യഥാസിത് വിപ്രകഥ്യതാം ബ്രഹ്മൻ ഭഗവതസ്തസ്യ ഭൂമ്ന സ്വച്ഛന്ദവർത്തിനാം ഗോപാലോദാര ചരിതം കസ്തുത്യേത് അമൃതം ജുഷൻ. ശ്രീശുകോവാച കാളിന്ദീം കാളിയാ സ്യാത് ഹൃദ്ര കശ്ചിത് വിഷാഗ്നിന ശ്രപ്യമാണാപയായസ്മിൻ പതന്ത്യുപരിഗഹ വിപൃഷ്മദാ വിശോദോർമി മാരുതേനാഭിമാർശിത മ്രിയന്തേ തീരകായസ്യ പ്രാണിനാ സ്ഥിരജംഗമാം തം ചണ്ഡ വേഗ വിഷവീര്യാം അവേക്ഷ്യാം തേന ദൃഷ്ടാം നദീം ച ഖല സംയമന അവതാര കൃഷ്ണകദംബ ആദൂരിഹ തതോ അതുംഗ അസ്ഫോട്യാം ഗാഢദശനോ യപ്രദ്വിഷാദോ സർപ്പകൃത്നപൃഷസാര നിപാതവേഗ സംക്ഷോഭിധോരക വിശോച്ചോസിതാംബുരാശി പരിപ്ലതോ വിഷകഷായ വിഭീഷണോർമി ധാവാൻ ധനുഷദം അനന്ത ബാലസ്യ കിം തസ്യ ഹൃദ്രേ വിഹരതോ ഭുജ ദണ്ഡകൂർണ വാർഘോഷം അംഗവരവാരണ വിക്രമസ്യ അശ്രുത്യതസ്വദനാഭിഭവം നിരീക്ഷ്യ ചക്ഷുശ്രവം സമസരത് തദ അമൃശ്യമാണ തം പ്രേക്ഷിണീയാം സുകുമാര ഘനാവതാദം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം ക്രീഡന്തം അപ്രതിഭയം കമലോദരാഘ്രിം സന്നശ്യമർമ്മസുരുഷാ ഭുജയാ ചചാദ തം നാഗഭോഗോ പരിവീതമദ്രഷ്ടചേഷ്ടം ആലോക്യ തത്പ്രിയസഖാം പശുപാശാർത്ഥം കൃഷ്ണാർപ്പിതാത്മസുഹൃത് അർത്ഥകളത്രകാമ ദുഃഖാനി ശോകഭയമൂഢധിയോ നിഭേദും ഗാവോ വൃഷാം ക്രന്ദമാന സുദുഃഖിതാം കൃഷ്ണേ ന്യസ്തേഷേണ ഭീതം രുദത്യ ഇവ സ്ഥിരേ അഥ പ്രദേമഹോത്പാദ സ്ത്രീവിധാം ഹൃദിദാരുണ ഉത്പേതുർഭുവി ദിവ്യാത്മനി ആസന്ന ഭയശംസിന താനലക്ഷ്യത് ഭയോദിഗ്ന ഗോപാനന്ദപുരോഗമ രാമേണ ഗാം കൃഷ്ണ ജ്ഞാത്വാം ചാരയിതും ഗതം ദൈർഭൂർനിമിത്തേ നിധനം മത്വാ പ്രാപ്തം അഥദ്വിധം തത്പ്രാണസ്തമനസ്കഥാസ്തേ ദുഃഖശോകഭയാതുരാ. അതായത് ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ കുട്ടികളെയും കൂട്ടി കാട്ടിലേക്ക് കളിക്കാൻ പോയി. അന്ന് ബലരാമൻ കൂടെ പോയിരുന്നില്ല, അതാണ് പറ്റിയത്. അപ്പൊ അന്നാണ് ആ കാളിയനെ കാളിന്തിയിൽ നിന്ന് പറഞ്ഞയച്ചത്. ശ്രീ സുഗമു മഹർഷി പറഞ്ഞപ്പോൾ കാളിയമർദ്ദനം കഥ വിസ്തരിച്ച് കേൾക്കണമെന്ന് പരീക്ഷിത് മഹാരാജാവ് ആവശ്യപ്പെട്ടപ്പോൾ ശുഗമഹർഷി കഥ തുടരുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ കഥ. കാളിന്തി പുഴയുടെ കയത്തിലാണ് 1000 തലയുള്ള കാളിയൻ പാമ്പ് കുടുംബസമേതം താമസിച്ചിരുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ്. അവന്റെ വിഷജ്വാലയിൽ നദീതീരത്തുള്ള വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. കയത്തിൽ മുകളിൽ കൂടി പറക്കുന്ന പക്ഷികൾ വിഷജ്വാലയേറ്റ് ചത്തുവീഴും. ഇതെല്ലാം അറിയാവുന്ന ഭഗവാൻ കരുണയാൽ കുട്ടികളോട് കാളിന്തി തീരത്തെത്തി. ദാഹം തോന്നിയ കുട്ടികൾ വിഷം കലർന്ന വെള്ളം കുടിക്കുകയും ഉടനെ മരിച്ചു വീഴുകയും ചെയ്തു.
കൃപാപൂർണമായ കടാക്ഷത്താൽ ഭഗവാൻ അവരെ ജീവിപ്പിച്ചു. അങ്ങനെയാണ് ഈ കഥയുടെ സാരാംശത്തിലേക്ക് പോകുന്നത്. അതിൽ നമ്മുടെ ശ്രീല പ്രഭുപാദിന്റെ കൃഷ്ണ ബുക്കിലൂടെ നമുക്കുള്ള വിവരണം അതാണ് സാധാരണ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്ലോകങ്ങളിലൂടെ നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് താമസം ഉണ്ടാകും. എന്നാലും കുറച്ചൊരു ശ്ലോകം വായിച്ചു. ഇനി എന്താ, കാളിയമർദ്ദനം എന്നുള്ള കാളസർപ്പമായ കാളിയനാണ് യമുനാജലം വിഷലിപ്തമാക്കിയതെന്നും മനസ്സിലാക്കിയ കൃഷ്ണൻ തൽക്ഷണം അവനെതിരായി നടപടിയെടുക്കുകയും അവനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു. അതാണ് കാളിയൻ ഇതെല്ലാം ഇങ്ങനെയുള്ള വിഷലബ്ധമായിട്ട് ആ യമുനാ നദി വിഷലപ്തമാക്കിയതും പിന്നെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു. അങ്ങനെ യമുനാജലം ശുദ്ധമായി. ഈ കഥ സുഖദേവ് ഗോസ്വാമി കേൾപ്പിച്ചപ്പോൾ കൃഷ്ണന്റെ ലീലകളെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ പരീക്ഷിത് മഹാരാജാവിനോട് ഉത്സാഹമായി. അപ്പോൾ ഇത് 7 ദിവസം കൊണ്ട് പരീക്ഷിത് മഹാരാജാവ് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഇതെന്താണെന്ന് ചോദിക്കുകയും അതിന് സുഖദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ്. എത്രയോ കാലമായി യമുനയിൽ വാസമുറപ്പിച്ചിരുന്ന കാളിയനെ കൃഷ്ണൻ എങ്ങനെയാണ് ശിക്ഷിച്ചതെന്ന് അദ്ദേഹം സുഖദേവ് ഗോസ്വാമിയോട് ചോദിച്ചു. കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കാൻ അദ്ദേഹം ഉത്സുകരായിരുന്നു. അതിനാൽ തികഞ്ഞ താല്പര്യത്തോടെയാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത്. സുഖദേവ് ഗോസ്വാമി ആ കഥ വിവരിച്ചു തുടങ്ങി. യമുനാ നദിയിൽ ഒരു വലിയ കയമുണ്ടായിരുന്നു. അവിടെയായിരുന്നു കരിനാഗമായ കാളിയന്റെ വാസം. അവന്റെ വിഷം മൂലം ആ പ്രദേശമാകെ സദാ മലിനമായിരുന്നു. ഈ പ്രദേശത്ത് ആകാശത്തിൽ പറക്കുന്ന പക്ഷികൾ പോലും ചിറക് കരിഞ്ഞ് യമുനയിൽ ചത്തുവീണിരുന്നു. അത്രത്തോളം വിഷമുണ്ടായിരുന്നാണ് അതിന്റെ സാരം. യമുനയിലെ വിഷലിപ്തമായ നിരവധി നീരാവി മൂലം യമുനാതീരത്തെ വൃക്ഷങ്ങളും ചെടികളും പുൽപ്പരപ്പും സർവത്ര കരിഞ്ഞു പോയിരുന്നു. മഹാസർപ്പത്തിന്റെ വിഷശക്തി കൃഷ്ണൻ നേരിൽ കണ്ടു. വൃന്ദാവനത്തിലൂടെ ഒഴുകിയിരുന്ന യമുന അപ്പാടി മാരകമായി മാറിയിരിക്കുന്നു. അനഭിലഷണീയമായ സർവഭൂതങ്ങളും നിഗ്രഹിക്കുകയാണല്ലോ കൃഷ്ണന്റെ ആഗമന ഉദ്ദേശം. അപ്പൊ ഭഗവാൻ വരുമ്പോ അസുരന്മാരെയൊക്കെ ഇന്നലെ കണ്ടില്ലേ, ധനുരാസുരനെ വധിച്ചതും അപ്പൊ അങ്ങനെയുള്ള ഓരോരോ അത്ഭുത കഥകളാണ് ഭഗവാൻ ഇതെല്ലാം നടത്തുന്നത് എത്രാമത്തെ വയസ്സിലാണ്? പൗഗണ്ഡ്ര പ്രായത്തിലാണ്. അതായത് 6-നും 10-നും ഇടയ്ക്കുള്ള പ്രായത്തിൽ അല്ലേ? 6 മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായം, അതാണ് പൗഗണ്ഡ്ര പ്രായം. യമുനയിലെ വിഷലബ്ധമായ നീരാവി മൂലം യമുനാതീരത്ത് വൃക്ഷങ്ങളും ചെടികളും മറ്റു പുൽപ്പരപ്പും സർവത്ര കരിഞ്ഞുപോയി. മഹാസർപ്പത്തിന്റെ വിഷശക്തി കൃഷ്ണൻ നേരിൽ കണ്ടു. വൃന്ദാവനത്തിലൂടെ ഒഴുകിയിരുന്ന യമുന അപ്പാടെ മാരകമായി മാറിയിരിക്കുന്നു. അനഭിലഷണമായ സർവഭൂതങ്ങളെയും നിഗ്രഹിക്കുകയാണല്ലോ കൃഷ്ണന്റെ ആഗമന ഉദ്ദേശം. ഒട്ടും വൈകാതെ യമുനാതീരത്തെ ഒരു കദംബ വൃക്ഷത്തിൽ അദ്ദേഹം ചാടിക്കയറി. ഇന്ന് പോയാൽ നമുക്ക് കാണാം കദംബ വൃക്ഷം ഇന്നും യമുനാ നദിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ആ കദംബ വൃക്ഷത്തിൽ ഈ വൃന്ദാവനത്തിൽ പോകുമ്പോൾ യമുനയുടെ തീരത്തേക്ക് പോകുമ്പോഴാണ് ഈ കദംബ വൃക്ഷം ഉള്ളത്. ആ കദംബ വൃക്ഷത്തിന് നമ്മൾ പ്രദക്ഷിണം ചെയ്ത് അവിടെ നമ്മളുടെ അഹങ്കാരം എല്ലാം മാറാൻ വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥിക്കുകയും അവിടെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഭക്തി കിട്ടാനും ഒക്കെ അവിടെ പ്രത്യേകം പൂജകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ ഇടയ്ക്ക് പോയതാണ്. ഹരേ കൃഷ്ണ. വളരെ ആ വൃക്ഷം വളരെ ഇപ്പോഴും അത് ആ വൃക്ഷത്തിന്റെ കടമ്പുകൾ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ അതിൽ ഇത് സർപ്പം ഇങ്ങനെ ആ ഭഗവാന്റെ കാൽപാദങ്ങൾ ഇപ്പോഴും ആ വൃക്ഷത്തിലുണ്ട്. ആ കദംബ വൃക്ഷത്തില് ഇപ്പോഴും പോയാലും കാണാതെ. അപ്പൊ വെള്ളമൊക്കെ ഇറങ്ങി, അത് കരയിലാ നിൽക്കണേ. ഇപ്പൊ യമുനാ നദിയൊക്കെ ഇറങ്ങി പോയിട്ട് ഇപ്പൊ കരയിലാ നിൽക്കണേ. ഇപ്പൊ യമുനയിലെ വിഷലബ്ധമായ നീരാവി മൂലം യമുനാതീരത്ത് വൃക്ഷങ്ങളും ചെടികളും പുൽപ്പരപ്പും സർവത്ര കരിഞ്ഞുപോയി. മഹാസർപ്പത്തിന്റെ വിഷശക്തി കൃഷ്ണൻ നേരിൽ കണ്ട് വൃന്ദാവനത്തിലൂടെ ഒഴുകിയിരുന്ന യമുന അപ്പാടെ മാരകമായി മാറിയിരിക്കുന്നു. അനഭിലഷണമായ സർവഭൂതങ്ങളും നിഗ്രഹിക്കുകയാണല്ലോ കൃഷ്ണന്റെ ആഗമന ഉദ്ദേശം. ഒട്ടും വൈകാതെ യമുനാതീരത്തെ ഒരു കദംബ വൃക്ഷത്തിൽ അദ്ദേഹം ചാടിക്കയറി. സാധാരണയായി വൃന്ദാവനത്തിൽ മാത്രം കാണാറുള്ള വൃത്താകാരമായ ഒരുതരം മഞ്ഞപ്പൂവാണ് കദംബ പുഷ്പം.
വൃക്ഷാഗ്രത്തിലെത്തിയ കൃഷ്ണൻ അരയും തലയും മുറുക്കി മല്ലയുദ്ധക്കാരനെ പോലെ വിഷം നിറഞ്ഞ യമുനാ നദിയിലേക്ക് കുതിച്ചാടി. അപ്പൊ കൃഷ്ണൻ ചാടിയ ആ കൊമ്പ് വളരെ വളരെ അവിടെ ഭഗവാന്റെ പാദങ്ങൾ കാണാം. ആ കൊമ്പില് ഇരുന്നുകൊണ്ടാണ് ഇരുന്നുകൊണ്ട് ചാടി. അപ്പൊ ഇന്ന് ആ കൊമ്പ് താന്നിരിക്കുവാണ്. അവിടെ നമ്മൾ പോയാൽ അതിൽ തൊട്ട് വന്ദിക്കാം, പൂജയൊക്കെ ചെയ്യാം. അത്ര ആ കാൽപ്പാടൊക്കെ ഉണ്ട് അവിടെ. ആ കൃഷ്ണൻ കയറിയ കദംബ വൃക്ഷം മാത്രമാണ് അവിടെ വാട്ടം തട്ടാതെ ഇന്നും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഏകവൃക്ഷം ഇന്നും അത് നിലനിൽക്കുന്നു. കൃഷ്ണന്റെ പാദസ്പർശനമേറ്റ നിമിഷത്തിൽ വൃക്ഷത്തിന് ജീവൻ കിട്ടി എന്നാണ് ഒരു പക്ഷം. അപ്പൊ അവിടെയുള്ള ജനങ്ങൾ പിന്നെ പറയുന്നത് എന്താ, കൃഷ്ണൻ വന്ന വശേ അതിൽ ചാടിക്കയറിയപ്പോൾ ആ വൃക്ഷത്തിന് തന്നെ ജീവൻ കിട്ടി എന്നാണ് പറയുന്നത്. പിൽക്കാലത്ത് കൃഷ്ണൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്നറിഞ്ഞ വിഷ്ണുവിന്റെ നിത്യവാഹനമായ ഗരുഡൻ ഈ വൃക്ഷത്തെ രക്ഷിക്കാൻ അതിലും അല്പം അമൃത് നിക്ഷേപിച്ചതിന്റെ ഫലം ആണിതെന്ന് മറ്റു ചിലരും പറയുന്നത്. അപ്പൊ ഗരുഡൻ വന്ന് അമൃത് വർഷിച്ചതാണ് ഇന്നും നിലനിൽക്കണമെന്നും പറയുന്നത്. രണ്ടു കൂട്ടക്കാരും അങ്ങനെ പറയുന്നുണ്ട്. മറ്റു ചില പുരാണങ്ങൾ പറയുന്നു, കൃഷ്ണൻ കുതിച്ചാടിയപ്പോൾ അതിബൃഹത്തായ എന്തോ ഒന്ന് വീണതുപോലെ യമുന കരകവിഞ്ഞൊഴുകി. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, എല്ലാ ശക്തികളുടെയും സംഭരണിയാണല്ലോ കൃഷ്ണൻ. ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സംഭരണിയാണ്. എല്ലാവിധമായ ഭഗവാൻ എല്ലാം അതിൽ കുടികൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാത്തിൻ്റെയും സംഭരണിയാണ്. അതാ ഷഡ് ഐശ്വര്യങ്ങളാണ് ഭഗവാനുള്ളത്. ഒരു മതയാനെ പോലെ യമുനയിൽ നീന്തി തുടിക്കുമ്പോൾ കൃഷ്ണൻ ഉച്ചത്തിൽ ബഹളം കൂട്ടിയിരുന്നു. ഇത് കാളിയൻ കേട്ടു. ഈ കോലാഹലം അവന് അസഹ്യമായിരുന്നു. തന്റെ വാസസ്ഥാനത്തെ ആക്രമിക്കാനുള്ള ഭാവമാണിതെന്ന് അവന് മനസ്സിലായി. ഒട്ടും വൈകാതെ അവൻ കൃഷ്ണന്റെ മുന്നിലെത്തി. കൃഷ്ണൻ ദർശനീയൻ തന്നെയെന്ന് കാളിയൻ തോന്നി. മഴമുകിലിന്റെ നിറമുള്ള സുന്ദരവും മൃദുലവുമായ ശരീരം, താമരപ്പൂ പോലുള്ള പാദം, മാറിൽ ശ്രീവത്സം, മുത്തുമാലകൾ, അരയിൽ പീതാംബരം, പുഞ്ചിരി, ഓളമിടുന്ന പ്രസന്നമായ മുഖം, അപാര ശക്തിയുടെ യമുനയിൽ നീന്തിക്കളിക്കുന്നു. എന്നാൽ എത്ര സുന്ദരനായ കൃഷ്ണനെ കണ്ടിട്ടും കാളിയന് അത്യന്തം രോഷമാണുള്ളിൽ തോന്നിയത്. അപ്പം ആ ഭഗവാന്റെ എത്രത്തോളം സുന്ദരനായിട്ടുള്ള ഭുവന സുന്ദരൻ, അല്ലെങ്കിൽ അത്രത്തോളം ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് കാളിയൻ ശക്തിയായി, എന്നിട്ട് ആ സുന്ദരനായ കൃഷ്ണനെ കണ്ടിട്ട് കാളിയന് അത്യന്തം രോഷമാണുള്ളിൽ തോന്നിയത്. ഉത്തരക്ഷണത്തിൽ അവൻ കൃഷ്ണനെ ശക്തിയായി ചുറ്റി വരിഞ്ഞു. അവിശ്വസനീയമായ ഈ കാഴ്ച കണ്ട് ഗോപകുമാരന്മാരും മറ്റു വൃന്ദാവനവാസികളും ഭയം മൂലം സ്തബ്ധരായി. അതെ, എല്ലാവരും അപ്പൊ ഭഗവാനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കണ്ടപ്പോൾ വൃന്ദാവനവാസികളെല്ലാം ഭയം മൂലം സ്തബ്ധരായി എന്നാണ് പറഞ്ഞത്. തങ്ങളുടെ സമസ്തവും കൃഷ്ണന് സമർപ്പിച്ചവരാണവർ. അതെ, ഗോപസ്ത്രീകളും മറ്റുള്ള വൃന്ദാവനവാസികളൊക്കെ അവരും ജീവനും സ്വത്തും വാത്സല്യവും പ്രവർത്തനങ്ങളും എല്ലാം കൃഷ്ണന് വേണ്ടിയായിരുന്നു. ആ കൃഷ്ണനെ ഇത്തരമൊരവസ്ഥയിൽ കണ്ട അവർ ഭയഭ്രാന്തരായി തറയിൽ വീണുപോയി. പശുക്കുട്ടികളും കാളകളുമെല്ലാം ദുഃഖമടക്കാനാവാതെ ഉത്കണ്ഠാപൂർവം അവനെ തന്നെ നോക്കി നിന്നു. ഭയം മൂലം കരഞ്ഞുകൊണ്ട് മനോവേദനയോടെ നോക്കി നിൽക്കുകയല്ലാതെ തങ്ങളുടെ കൃഷ്ണനെ രക്ഷിക്കാൻ ഒരു മാർഗവും അവർ കണ്ടില്ല. ഭഗവാനെ രക്ഷിക്കാനായിട്ട് ഒരു മാർഗവും അവർ കണ്ടില്ലെന്നാണ് പറഞ്ഞത്. യമുനാ തീരത്ത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ചില ദുർനിമിത്തങ്ങളും കാണാനായി. ഭൂമി നടുങ്ങി. ആകാശത്തിൽ നിന്ന് ഉൽക്കാനിപാത ഉണ്ടായി. മനുഷ്യ ശരീരം കിടുകിടുത്തു. അത്യാസന്നപരമായ ഏതോ മഹാവിപത്തിന്റെ സൂചനകളാണ് ഇതൊക്കെ. ഈ ദുർനിമിത്തങ്ങൾ കണ്ട് നന്ദമഹാരാജാവ് ഉൾപ്പെടെ ഗോപവൃന്ദം ഭയം മൂലം ഉത്കണ്ഠാകുലരായി. ജ്യേഷ്ഠനായ ബലരാമനെ കൂടാതെ കൃഷ്ണൻ ഒറ്റയ്ക്കാണ് കാലിമേയ്ക്കാൻ പോയിരിക്കുന്നതെന്ന് ആരോ പറഞ്ഞു കേട്ടു. ഇതോടെ നന്ദനും യശോദയും ഉൾപ്പെടെയുള്ള ഗോപന്മാരുടെ മുഴുവൻ ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിച്ചു.
അതാണ് ബലരാമനെ കൂട്ടാതെ ആണ് പോയിരിക്കുന്നത്, ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നുള്ള ഒരു പേടി അവിടെ വൃന്ദാവനവാസികൾക്ക് യശോദാമായി ഉൾപ്പെടെയുള്ള ഗോപന്മാരുടെ മുഴുവൻ ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയുണ്ടായത്. കൃഷ്ണനോടുള്ള വാത്സല്യാതിരികത്താൽ കൃഷ്ണന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെ അവർ അത്യന്തം ശോകാർത്തരും ഉത്കണ്ഠാകുലരുമായി എന്നാണുള്ളത്. കാരണം അവർ കൃഷ്ണനേക്കാൾ വിലപ്പെട്ടതായി ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. അതാണ് വ്രജവാസികളുടെ അല്ലെങ്കിൽ ഗോപികമാരുടെ അവിടുത്തെ വൃന്ദാവനവാസികളുടെ മനസ്സങ്ങനെയാണ്. തങ്ങളുടെ സമസ്തവും ജീവൻ, ധനം, വാത്സല്യം, മനസ്സ്, പ്രവർത്തനങ്ങൾ തുടങ്ങി സർവവും കൃഷ്ണന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അവർ. കൃഷ്ണനോടുള്ള അത്യാസംഗം മൂലം അവർ ചിന്തിച്ചു, ഇന്ന് കൃഷ്ണൻ തീർച്ചയായും പരാജയപ്പെടാൻ പോകുന്നു. കൃഷ്ണനെ അന്വേഷിക്കുവാനായി വൃന്ദാവനവാസികൾ മുഴുവൻ ഗ്രാമത്തിൽ നിന്ന് പുറത്തു വന്നു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മൃഗങ്ങളും എന്ന് വേണ്ട വൃന്ദാവനത്തിലെ സമസ്ത ജീവാത്മാക്കളും ആ സംഘത്തിലുണ്ടായിരുന്നു. കൃഷ്ണനെ അന്വേഷിക്കാനായിട്ട് എവിടെ പോയി എന്നുള്ള ആ അന്വേഷണത്തിലൂടെ എല്ലാവരും വൃന്ദാവനത്തിലെ സമസ്ത ജീവാത്മാക്കളും എന്നാണുള്ളത്. എല്ലാവരും ആ അന്വേഷണത്തിൽ പുറപ്പെട്ടു. തങ്ങളുടെ ജീവസന്ധാരണത്തിന് ഒരേ ഒരു മാർഗം കൃഷ്ണനാണെന്ന് അവർക്കറിയാം. ഇതൊക്കെ നടക്കുമ്പോൾ അറിവിന്റെ മുഴുവൻ അധികാരിയായ ബലരാമൻ പുഞ്ചിരിച്ചു. അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബലരാമൻ എന്ന് പറഞ്ഞത് അത്രത്തോളം ഇതെല്ലാത്തിൻ്റെയും അധികാരിയാണ്. ആ ഗുരു തത്വത്തിലുള്ളതാണ് ബലരാമൻ, ആദി ഗുരുവാണ്. അപ്പൊ അതുകൊണ്ട് അനുജന്റെ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്. അവൻ ഭൗതിക ലോകത്തെ ഒരു സാധാരണ സർപ്പത്തോട് ഏറ്റുമുട്ടുമ്പോൾ ഉത്കണ്ഠയ്ക്ക് അവകാശമില്ലെന്നും ബലരാമൻ അറിയാം. ബലരാമൻ ഈ കഥയൊക്കെ അനിയന്റെ കഥ അറിയാം. കാരണം എല്ലാ സമസ്ത ജീവജാലങ്ങളെയും എങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെ ഉറവിടമായ ആ ഭഗവാന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ബലരാമൻ അറിയാം. അതിനാൽ വൃന്ദാവനവാസികളുടെ ഉത്കണ്ഠയിൽ പങ്കുകൊള്ളാൻ മെനക്കെട്ടുമില്ല. ബലരാമൻ. ഏട്ടനത്രയും പ്രശ്നമൊന്നുമില്ല. അതെല്ലാം അനിയനെ പറ്റി അറിയാം, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, എവിടം വരെ എത്തും എന്നുള്ളതൊക്കെ. മറ്റൊരു വശത്ത് അസ്വസ്ഥരായ വൃന്ദാവനവാസികൾ ഒന്നടങ്കം കൃഷ്ണന്റെ കാൽപ്പാടുകൾ നോക്കി അവനെ അന്വേഷിച്ചു പുറപ്പെട്ടു. ആ കാൽപ്പാടുകൾ യമുനാതീരത്തേക്കാണ് അവരെ നയിച്ചത്. വില്ല്, കൊടി, ശംഖ് ഇവയുടെ അടയാളമുള്ള കാൽപ്പാട് നോക്കി അവസാനം നദീതീരത്തെത്തിയപ്പോൾ കാളിയൻ സർപ്പത്തിന്റെ ചുരുൾ മണ്ഡലത്തിനുള്ളിൽ പെട്ടിരിക്കുന്ന കൃഷ്ണനെ നോക്കി കണ്ണീരൊഴുക്കുന്ന ഗോക്കളെയും ഗോപപാലന്മാരെയുമാണ് അവർ കണ്ടത്. അതോടെ അവരുടെ ദുഃഖം ഒന്നുകൂടി വർദ്ധിച്ചു. അതാണ്, അവരെല്ലാം പേടിച്ച് ദുഃഖം ഒന്നുകൂടി വർദ്ധിക്കുകയുണ്ടായത്. ഈ കരച്ചിൽ കേട്ട് ബലരാമൻ പുഞ്ചിരിയിട്ട് നിൽക്കുമ്പോൾ വ്രജഭൂമിയിലെ അന്തേവാസികൾ മുഴുവൻ ദുഃഖസാഗരത്തിൽ ആറാടുകയുണ്ടായത്. അപ്പോൾ ബലരാമന് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എങ്ങനെയായാലും എവിടെയും പോവില്ല, എവിടെയായാലും ഭഗവാൻ ഇതിനെല്ലാത്തിനും രക്ഷപ്പെടും എന്നുള്ള ബലരാമൻ അറിയാം. അതുകൊണ്ട് കൃഷ്ണനെ കുറിച്ച് ഏറെയൊന്നും അറിയില്ലെങ്കിലും അവനോടുള്ള വൃന്ദാവനവാസികളുടെ സ്നേഹം അനുഭവമായിരുന്നു. യമുനാനദിയിലെ കാളിയൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൃഷ്ണനെയും തീരത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗോപപാലന്മാരെയും പശുക്കളെയും കണ്ട മാത്രയിൽ തന്നെ കൃഷ്ണന്റെ സൗഹൃദം, അവന്റെ പുഞ്ചിരിക്കുന്ന പ്രസന്നമായ മുഖം, അവന്റെ മധുരമായ വാക്കുകൾ, തങ്ങളോടുള്ള അവന്റെ പെരുമാറ്റം എന്നിവയെക്കുറിച്ച് അവർ ചിന്തിക്കുവാൻ തുടങ്ങി. വ്രജവാസികളൊക്കെ ഇവരെ പറ്റി കാണാതായപ്പോൾ ഇവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ, പക്ഷെ ചേട്ടന് ഇതൊന്നും പേടിയും ഭയമൊന്നും ഇല്ല, രക്ഷപ്പെട്ടു വരുമെന്നുള്ള ഉറപ്പുണ്ട്. അവന്റെ പെരുമാറ്റം ഇവയൊക്കെ ഒപ്പം കൃഷ്ണൻ കാളിയന്റെ പിടിയിലാണെന്ന കാര്യവും ഓർത്തപ്പോൾ 3 ലോകങ്ങളും ശൂന്യമായതുപോലെ അവർക്ക് തോന്നി. കൃഷ്ണന്റെ അഭാവത്തിൽ ത്രൈലോക്യം ശൂന്യമായതായി ഞാൻ കണ്ടുവെന്ന് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവും പറഞ്ഞിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവും ഇതിനകത്ത് ചൈതന്യ രഥാമൃതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയൊക്കെ. കൃഷ്ണാവബോധത്തിന്റെ പരമോന്നതായ അവസ്ഥയാണിത്. അതായത് ഭഗവാൻ ത്രൈലോക്യ കൃഷ്ണന്റെ അഭാവത്തിൽ ത്രൈലോക്യം ശൂന്യമായതായി കണ്ടുവെന്ന് പറയുന്നത്. യശോദാമാതാവ് വന്നപാടെ യമുനയിലേക്ക് ചാടാനൊരുങ്ങി. അത് തടയപ്പെട്ടപ്പോൾ യശോദ ബോധം കെട്ടു വീണു. തുല്യ ദുഃഖിതരായ കൂട്ടുകാർ വർഷപാതം പോലെ അഥവാ നദിയിൽ ഓളങ്ങൾ പോലെ കണ്ണീരൊഴുക്കി. പക്ഷേ യശോദാമാതാവിൻ്റെ ബോധം വീണ്ടെടുക്കാനായി അവർ കൃഷ്ണന്റെ അതീന്ദ്ര ലീലകളെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അതാണ് യശോദാമാതാവിന്റെ ബോധം തിരിച്ചു കെട്ടാൻ വേണ്ടി ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. യശോദാമാതാവ് മരിച്ചതുപോലെ നിശ്ചലമായിരുന്നു. കാരണം യശോദാറാണിയുടെ
റാണിയുടെ ബോധകേന്ദ്രം കൃഷ്ണന്റെ മുഖമായിരുന്നു. ജീവൻ പോലും കൃഷ്ണന് സമർപ്പിച്ചിരുന്ന നന്ദനും മറ്റുള്ളവർ യമുനാ നദിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. എന്നാൽ ഭഗവാൻ ബലരാമൻ അവരെ തടഞ്ഞ്. കാരണം കൃഷ്ണന് ഒരു ആപത്തും സംഭവിക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ബലരാമന് ഇതെല്ലാം കാര്യങ്ങളും അറിയാം. ഒരാപത്തും സംഭവിക്കില്ല, തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു വരുമെന്നുള്ള ഒരു ദൃഢമായ ഉറച്ച വിശ്വാസം ബലരാമൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂർ സമയം ഒരു സാധാരണ ബാലനെ പോലെ കൃഷ്ണൻ കാളിയന്റെ ചുരുൾ മണ്ഡലത്തിൽ അമർന്ന് കഴിച്ചുകൂട്ടി. ഭഗവാൻ ഈ ലീലൊക്കെ അറിയാവുന്ന ഭഗവാൻ കാളിയന്റെ പിടിയിൽപ്പെട്ട് ഇങ്ങനെ കളിച്ച് രസിക്കുവാണ്. അപ്പോൾ അതിൻ്റെ കഥകൾ വരുന്നേ ഉള്ളൂ. എന്നാൽ തൻ്റെ മാതാപിതാക്കളും ഗോപിമാരും ഗോപാലന്മാരും പശുക്കളും ഉൾപ്പെടെ വൃന്ദാവനവാസികൾ മുഴുവനും മരണത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നുവെന്നും ആസന്നമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ഒരു മാർഗവുമില്ലെന്ന് കണ്ട കൃഷ്ണൻ, അതാണ് കൃഷ്ണനെ അറിയാം, ഇവരൊക്കെ പിന്നെ യമുനാ തീരത്ത് വളരെ ദുഃഖത്തിൽ ആണ്ടുകിടക്കുന്നു എന്ന് കൃഷ്ണനെ അറിയാം. അതിൽ നിന്ന് അപ്പം മരിച്ചു പോകാനുള്ള അവസ്ഥ വരെ എത്തി മറ്റുള്ളവരൊക്കെ. എന്നാൽ മരണത്തിൽ രക്ഷപ്പെടാൻ അവർക്ക് ഒരു മാർഗവുമില്ലെന്ന് അതും കൃഷ്ണന് ഭഗവാന് മനസ്സിലായി. കാളിയന്റെ പിടിയിൽ നിന്ന് സ്വയം മുക്തനായി. അതാണ് മറ്റുള്ള ആശ്രിതർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യാൻ തയ്യാറാകും എന്നുള്ളതിൻ്റെ അഹങ്കാരം ഇല്ലാത്ത ആ കാളിയന്റെ പിടിയിൽ നിന്ന് അദ്ദേഹം തൻ്റെ ശരീരം സ്വയം വികസിപ്പിച്ച് അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ്? കരയിൽ ഇതൊക്കെ അല്ലെങ്കിൽ യമുനാ തീരത്ത് ഇതൊക്കെ കാത്തു നിൽക്കുന്നവർ മരണത്തിൻ്റെ അടുത്തേക്ക് വരെ എത്തി എന്നുള്ള പെട്ടെന്നൊരു ബോധം വന്നു. അങ്ങനെ അവർ കാളിയന്റെ പിടിയിൽ നിന്ന് സ്വയം മുക്തനായി എന്നാണ്. സ്വയം മുക്തനായി അദ്ദേഹം അദ്ദേഹം തൻ്റെ പിടിയിൽ ഒതുക്കാൻ കാളിയൻ ശ്രമിച്ചു. അപ്പോൾ കാളിയനും പിടിമുറുക്കി. അപ്പൊ അങ്ങനെ പിടിയിൽ ഒരുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവന് വല്ലാത്ത ഒരു ആയാസം ഉണ്ടാക്കി. അതിന്റെ ഫലമായി അവൻ പിടിയയഞ്ഞു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയായി. പക്ഷെ കൃഷ്ണന്റെ ഭഗവാന്റെ ഒരു ലീലകൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇതിങ്ങനെ കളിക്കുക. പക്ഷെ അങ്ങനെ പിടിയയഞ്ഞപ്പോൾ തൻ്റെ ചുരുളഴിച്ച് പരമ്പൊരുളായ ഭഗവാനെ വിട്ടയക്കുകയല്ലാതെ അവന് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അപ്പോൾ ഭഗവാൻ കാളിയൻ ഇങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചുരുളഴിച്ച് പരമ്പൊരുളായ ഭഗവാനെ വിട്ടയക്കുക അല്ലാതെ അവന് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അതോടെ കാളിയന് കോപം മുഴുത്തു. അപ്പോൾ ഇതോടെ ശത്രുക്കളെ അതിൻ്റെ കാര്യം പോലെയാണ് ഇതൊക്കെ. അപ്പോൾ കാളിയന് കോപം മുഴുത്തു. അവൻ്റെ ഫണങ്ങൾ വിടർത്തി നാസാദ്വാരങ്ങളിൽ നിന്ന് വിഷപ്പുക വമിച്ചു. അതാണ് നയനങ്ങൾ തീ പോലെ ഉജ്ജ്വലിച്ചു. വായിൽ നിന്ന് തീജ്വാല ഉദ്ഗമിച്ചു. ആ മഹാസർപ്പം അല്പനേരം കൃഷ്ണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിശ്ചലനായി നിന്നു. ഇതെല്ലാം വിഷപ്പുകയെല്ലാം വായിൽ നിന്ന് തീജ്വാലയൊക്കെ ഉദ്ഗമിച്ച് മഹാസർപ്പം അല്പനേരം കൃഷ്ണൻ നല്ല ഒരു പേടിയില്ല, അതിലെ ചുരുളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിശ്ചലനായി നിന്നു. അറ്റം രണ്ടായി പിളർന്ന നാവുകൊണ്ട് ചുണ്ടുകൾ നക്കി നനച്ചു. പണങ്ങൾ വിടർത്തി. അതെ, കൃഷ്ണന്റെ നേരെ നോക്കി. ആ നോട്ടത്തിൽ വിഷം നിറഞ്ഞിരുന്നു. നിമിഷങ്ങൾക്ക് കൃഷ്ണൻ കാളിയനെ അള്ളിപ്പിടിക്കാനായി കുതിച്ചു. ഇനിയാണ് സർക്കസ് നടക്കാൻ പോണത്. ഗരുഡൻ സർപ്പത്തിന്റെ നേരെ കുതിക്കുന്നത് പോലെ ഇതോടെ കൃഷ്ണനെ ദംശിക്കാൻ കാളിയനെ പഴുതു നോക്കി തുടങ്ങി. പിന്നെ എന്താ, ആ കയ്യിൽ സർപ്പത്തിന്റെ ഇതുകൊണ്ട് അതിനൂടെ ദർശിക്കാൻ അല്ലെങ്കിൽ അതിന് ദംശിക്കാനായിട്ട് പഴുതു നോക്കി തുടങ്ങി. പക്ഷെ കൃഷ്ണൻ അവന്റെ ചുറ്റും പാഞ്ഞുകൊണ്ടിരുന്നു. കൃഷ്ണന്റെയും കാളിയന്റെയും ചലനം വൃത്താകാരത്തിലോ ആയിരുന്നതിനാൽ ക്രമേണ കാളിയൻ ക്ഷീണിച്ച അവസരമായി. വട്ടം കറങ്ങി. അപ്പൊ കാളിയൻ സ്വയമേ ക്ഷീണിച്ച അവസരമായി എന്നാണ് പറയുന്നത്. അവന്റെ ശക്തിക്ക് കാര്യമായ കുറവ് സംഭവിച്ചതുപോലെ തോന്നി. ഈ അവസരത്തിൽ അവന്റെ പണങ്ങൾ താഴോട്ട് അമർത്തി കൃഷ്ണൻ അവയിൽ ചാടിക്കയറി. ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. അപ്പൊ അവസാനം രക്ഷപ്പെട്ടില്ല എന്ന് വിചാരിച്ചപ്പോൾ പണങ്ങൾ താഴോട്ട് അമർത്തി കൃഷ്ണൻ ഈ അവസരത്തിൽ അവന്റെ പണങ്ങൾ താഴോട്ട് അമർത്തിയപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? അവയിൽ ചാടിക്കയറി. കാളിയന്റെ പണങ്ങളുടെ രത്നങ്ങളിൽ നിന്ന് പ്രസരിച്ച രശ്മികൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ കുങ്കുമം ചാർത്തിച്ചു എന്നാണ്. അപ്പൊ ആ കാളിയന്റെ ഇതിൽ നിന്ന് രശ്മികൾ അതിലൊരു കല്ല് ഉണ്ടെന്നാണ്. ആ രത്നങ്ങളിൽ നിന്ന് പ്രസരിച്ച രശ്മികൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ കുങ്കുമം പോലെ ചാർത്തിയാണ്, അത്രത്തോളം കളർഫുള്ളായി മാറ്റി.
തുടർന്ന് നൃത്തം മുതലായ ലളിതകലകളുടെ മുഴുവൻ ആദിപ്രഭവമായ ആ വിശ്വകലാകാരൻ സർപ്പത്തിന്റെ ഫണങ്ങളിൽ അവ ഇളകി ആടിയിരുന്നുവെങ്കിലും നൃത്തം ചവിട്ടാൻ അങ്ങനെയാണ് കാളിയന്റെ മുകളിൽ നൃത്തം ചവിട്ടാൻ തുടങ്ങി എന്നാ പറഞ്ഞത്. ഇത് കണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. എല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ കാളിയന്റെ മുകളിൽ കയറി കിടന്ന് ആ കാളിയന്റെ പിടിയിൽ നിന്ന് വിട്ട് ഫണത്തിന്റെ മുകളിലേക്ക് കയറി നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നവരും ദേവന്മാരും ഒക്കെ പുഷ്പവൃഷ്ടി ചെയ്തു എന്നാ പറയുന്നത്. വിവിധ തരത്തിലുള്ള കുഴലുകൾ ഊതി പലതരം സ്തോത്രങ്ങളും. അപ്പോഴത്തേക്ക് എന്താ ദേവന്മാരും മറ്റുള്ള ഇത് നോക്കി നിന്നവരൊക്കെ മറ്റുള്ള ഗീതങ്ങളും പുഷ്പവൃഷ്ടി നടത്തി, ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി, മറ്റുള്ളവർ കുഴലൂതി പലതരം സ്തോത്രങ്ങളെല്ലാം ഗാനങ്ങളും ആലപിച്ചു. അപ്രകാരം സ്വർലോകവാസികളായ സിദ്ധഗന്ധർവന്മാരും ദേവന്മാരും അത്യമോദത്തിൽ ആറാടി എന്നാണ്. അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി. കാരണം കാളിയന്റെ ഒരു വക വരുത്തി, എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുവാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ദേവലോകത്തു നിന്ന് ദേവന്മാർ വരെ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഫണങ്ങളിൽ നൃത്തം ചെയ്യുന്നതിനിടയിൽ മറ്റു ഫണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തള്ളി താഴെയിടാൻ കാളിയൻ ശ്രമം തുടങ്ങി. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് വേറെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ മറ്റൊരു അതിന്റെ ആ സർപ്പത്തിന്റെ ഫണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഭഗവാനെ തള്ളി താഴെയിടാനായിട്ട് ഒരുങ്ങി കാളിയൻ എന്നാ പറഞ്ഞത്. 1000 ഫണങ്ങളുള്ള മഹാസർപ്പമാണ് കാളിയൻ. എന്നാൽ നിയന്ത്രണം പൂർണ്ണമായും കൃഷ്ണന്റെ കയ്യിലായിരുന്നു. അതാണ് അതിന്റെ മുകളിൽ ഡാൻസ് കളിക്കുമ്പോൾ എത്ര സ്റ്റെപ്പ് വയ്ക്കണമെന്നും എവിടെല്ലാം ചാടി കയറണമെന്നും ആ ഫണം ഒരു തല പൊങ്ങി വരുമ്പോൾ ആ തലയിലിട്ട് ചവിട്ട് കൊടുക്കും, അപ്പൊ വേറൊരു തലയിട്ട് ചവിട്ട് കൊടുക്കും. ഇങ്ങനെ എവിടെയെല്ലാം സ്റ്റെപ്പ് വയ്ക്കണമെന്ന് ഡാൻസ് കളിച്ചോണ്ട് നിന്ന് ആ ഭഗവാൻ കാളിയന്റെ ശ്രമത്തിനനുസരിച്ച് കാളിയൻ ഇങ്ങനെ ഓരോ ഇതും ഫണങ്ങൾ കൊണ്ട് വരുമ്പോൾ ആ ഫണത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറും. അങ്ങനെ നൃത്തം ചെയ്തു തുടങ്ങി. 1000 ഫണങ്ങളുള്ള മഹാസർപ്പമാണ് കാളിയൻ. എന്നാൽ നിയന്ത്രണം പൂർണ്ണമായും കൃഷ്ണന്റെ കയ്യിലായിരുന്നു. ഭഗവാന്റെ കയ്യിലായിരുന്നു കാളിയന്റെ സർപ്പത്തിന്റെ ആ ഒരു കൺട്രോളിങ് മുഴുവൻ. അപ്പൊ നിയന്ത്രണം പൂർണ്ണമായും കൃഷ്ണന്റെ കയ്യിലായിരുന്നു. അദ്ദേഹം കാളിയന്റെ ഫണങ്ങളെ ചവിട്ടി താഴ്ത്താൻ തുടങ്ങി. ഇത് ആ സർപ്പത്തിന്റെ സഹനശക്തിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഓരോ ഫണങ്ങളെയും ചവിട്ടി 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 താഴ്ത്താൻ തുടങ്ങിയെന്നാ പറഞ്ഞത്. ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായി കാളിയൻ. അവസാനം കാളിയൻ മടുത്തു. ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ഒരു ബോധം ഉണ്ടായി. അങ്ങനെ കാളിയൻ അവന്റെ എല്ലാത്തരം മാലിന്യങ്ങളും ഛർദ്ദിക്കാൻ തുടങ്ങി. ഇതോടെ ആ കഴുത്തിലല്ലേ ചവിട്ടണേ, അത് സർപ്പത്തിന്റെ തലയിൽ മുകളിൽ ചവിട്ടിക്കഴിഞ്ഞാൽ എല്ലാവിധമായ മാലിന്യങ്ങളും ഛർദ്ദിക്കാൻ തുടങ്ങി. അവന്റെ നിശ്വാസം അഗ്നിയായി മാറി. ഉള്ളിൽ നിന്ന് വിഷവസ്തുക്കൾ പുറന്തള്ളിയതോടെ അവന്റെ പാപിഷ്ടമായ നില അല്പമൊന്നു ലഘുവായി. പിന്നെ പേടിച്ചു, കോപാവേശം കൊണ്ട് അവന്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതി തുടങ്ങി. പിന്നെ നിലനിൽക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടാനും നിലനിൽക്കാൻ വേണ്ടി കാളിയനും കൃഷ്ണനുമായിട്ടുള്ള ആ ലീലകളിൽ പിന്നെന്താ പൊരുതി തുടങ്ങി. കാളിയൻ പൊരുതാൻ തുടങ്ങി. ഭഗവാനെ കൊല്ലാനായി ഫണം ഉയർത്തി. ഉടനെ ആ ഫണത്തിൽ പിടികൂടി ഭഗവാൻ. അതിൽ ചവിട്ടി കയറി നൃത്തം വെച്ച് അതിനെയും ഭഗവാൻ കീഴടക്കിയെന്നാണ്. അപ്പൊ ഓരോ ഫണങ്ങളും 1000 ഫണങ്ങളുണ്ടെന്നുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഫണം കൊണ്ടൊന്ന് ഭഗവാനെ നശിപ്പിക്കാനായിട്ട് ഭഗവാനെ കൊല്ലുവാനാണ് നോക്കുന്നത്. പക്ഷെ ഓരോ ഫണത്തിലും ചാടിക്കയറി അതെല്ലാം എന്താ ഭഗവാൻ വിഷ്ണുവിനെ ആ ഫണം താനെ താഴ്ന്നത് കണ്ട് ഭഗവാൻ വിഷ്ണുവിനെ പ്രണമിക്കുകയാണ് എന്ന് തോന്നും. അപ്പോൾ അതിൽ നിന്നും വമിച്ച വിഷം ഭഗവാന് സമർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയെ പോലെ അനുഭവപ്പെടും. തുടർന്ന് കാളിയൻ വിഷത്തിന് പകരം രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അതാണ് പിന്നെ ഇതെല്ലാം വശനിലയിലായി കാളിയൻ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അവനാകെ തളർന്നിരിക്കുന്നു. കൃഷ്ണന്റെ ചവിട്ടേറ്റ് ശരീരം മുഴുവൻ തകർന്നതുപോലെ അവന് തോന്നി. ഇതോടെ കൃഷ്ണൻ പരമ്പൊരുളായ ഭഗവാനാണെന്ന് കാളിയന്റെ അകക്കാമ്പിൽ ബോധമുദിച്ചു. അപ്പോഴാണ് ബോധം ഉണ്ടായത്. ഭഗവാൻ പരമ്പൊരുളായ ഭഗവാനാണ്, അല്ലാതെ വേറെ ആരും ഈ ശക്തിയില്ല, അദ്ദേഹം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് ബോധം ഉണ്ടായി എന്നാ പറഞ്ഞത്. അപ്പൊ ഈ അതോടെ കൃഷ്ണന് മനസ്സിലാക്കി കാളിയൻ നിരുപാധികം അദ്ദേഹത്തിന് കീഴടങ്ങി എന്ന് മനസ്സിലായി. ഭഗവാന് മനസ്സിലായി പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിൽ വഹിക്കുന്ന കൃഷ്ണന്റെ ചവിട്ടേറ്റ് ഭർത്താവ് നിരുപാധികം കീഴടങ്ങിയത് കണ്ട് നാഗപത്നിമാർ ഭഗവാനെ പൂജിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പൊ ഭഗവാനെ പരമ്പൊരുളായ ഭഗവാനാണ്, അതുകൊണ്ട്
ഭഗവാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നാഗപത്നിമാർക്ക് മനസ്സിലായി. നാഗപത്നിമാർ ഉടനെ തന്നെ ഭഗവാനെ പൂജിക്കാനുള്ള ആ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. വെപ്രാളത്തിൽ അവരവരുടെ വേഷഭൂഷകളും മുടിക്കെട്ടും സർവത്ര താറുമാറായി. അവരുടെ ആ ധൃതിക്കുണ്ട്. നാഗപത്നിമാര് ഇങ്ങനെ പരമ്പൊരുളായ ഭഗവാനെ പൂജിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിക്കുകയും അപ്പോൾ ധൃതിയും വെപ്രാളം കൊണ്ട് എന്താ പറയണേ, അവരവരുടെ വേഷഭൂഷങ്ങളും മുടിക്കെട്ടും സർവത്ര താറുമാറായി എന്നാണ് പറയണത്. അവരും ഭഗവാന് കീഴടങ്ങി പ്രാർത്ഥന തുടങ്ങി. അവർ ഭഗവാന്റെ അടുത്തെത്തി കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉത്കണ്ഠാപൂർവ്വം യമുനാതീരത്തെത്തി ഭഗവാനെ സാദരം പ്രണമിച്ചു. ശരണാഗത വത്സലനാണ് ഭഗവാനെന്ന് നാഗപത്നിമാർക്ക് അറിയാമായിരുന്നു. പ്രാർത്ഥന കൊണ്ട് സ്തുതിഗീതങ്ങൾ കൊണ്ടും ഭഗവാനെ പ്രസാദിപ്പിച്ചു. ആസന്നമായ ആപത്തിൽ നിന്ന് ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് അവർ ആഗ്രഹിച്ചു. അപ്പോൾ നാഗപത്നിമാരുടെ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയാണ്. എങ്ങനെ രക്ഷിക്കണേ, ഭർത്താവിനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. അപ്പോൾ ആ നാഗപത്നിമാർ പ്രാർത്ഥന തുടങ്ങി. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങക്ക് എല്ലാവരും തുല്യരാണ്. മക്കൾ, സുഹൃത്തുക്കൾ, ശത്രുക്കൾ എന്നീ ഭേദമെന്ന് അങ്ങക്കില്ല. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഭഗവാന്റെ എല്ലാവരും ഭഗവാൻ തുല്യരാണ്. സമൂഹം സർവഭൂതേഷു, എല്ലാവരും തുല്യരാണ് ഭഗവാന്. അതിനാൽ അങ്ങ് കാരുണ്യപൂർവ്വം കാളിയന് നൽകിയ ശിക്ഷ തികച്ചും ഉചിതം തന്നെ. പക്ഷെ കാളിയന് ഇങ്ങനെയുള്ള അഹങ്കാരത്തിന് കൊടുത്ത ശിക്ഷ വളരെ ഉചിതമാണെന്ന് നാഗപത്നിമാർ പോലും പറയുന്നു. അങ്ങനെ ആ ഒരു കാരുണ്യം, അതിനാൽ അങ്ങ് കാരുണ്യപൂർവ്വം കാളിയന് നൽകിയ ശിക്ഷ തികച്ചും ഉചിതം തന്നെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ അവതാര ഉദ്ദേശം തന്നെ ഈ ലോകത്തിലുള്ള ശല്യക്കാരെ മുഴുവൻ സംഹരിക്കുക എന്നതാണ്. അങ്ങ് നിരപേക്ഷ സത്യമാകയാൽ അങ്ങയുടെ ശിക്ഷയും കാരുണ്യവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതിനാൽ കാളിയന് നൽകിയ ശിക്ഷ വാസ്തവത്തിൽ ഒരുതരം അനുഗ്രഹം തന്നെയായിരുന്നു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളും ഈ ഭഗവാൻ എവിടെയാണോ അവതരിക്കുന്നത് അവിടെ അവതരിച്ച് അവിടുത്തെ ഇങ്ങനെയുള്ള അഹങ്കാരം ഉള്ള ആൾക്കാരെയൊക്കെ സംഹരിച്ച് ശല്യക്കാരെയും ലോകത്തിന് ശല്യമായിട്ടുള്ളവരെയും അല്ലെങ്കിൽ ഭക്തന്മാരെ, ഭക്തവത്സലനായ ഭഗവാൻ ഭക്തന്മാരെ പല ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നവരുണ്ട്, അവരെയൊക്കെ സംഹരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനാൽ കാളിയന് നൽകിയ ശിക്ഷ വാസ്തവത്തിൽ ഒരുതരം അനുഗ്രഹം തന്നെയാണെന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങയുടെ ഈ ശിക്ഷ ഞങ്ങളോട് അങ്ങയ്ക്കുള്ള കാരുണ്യമായി ഞങ്ങൾ കരുതുന്നു. കാരണം അങ്ങ് ഒരാളെ ശിക്ഷിക്കുമ്പോൾ അവന്റെ പാപകർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നു. സർപ്പശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ജീവി സർവവിധ പാപകർമ്മങ്ങളുടെയും ഭാരാധിക്യത്താൽ വീർപ്പുമുട്ടുകയുണ്ടായെന്നത് സ്പഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സർപ്പശരീരം കിട്ടിയത്? ആ ഫണങ്ങളിൽ അങ്ങ് നൃത്തം വെച്ചപ്പോൾ സർപ്പശരീരം ലഭിച്ചതിന്റെ ഫലമായി ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ അങ്ങേയറ്റം കുറഞ്ഞു പോയിട്ടുണ്ട്. അതിനാൽ അങ്ങയ്ക്ക് കോപം വന്നതും അവനെ ഈ വിധം ശിക്ഷിച്ചതും ഒരു ശുഭമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലായി. പൂർവ്വജന്മങ്ങളിൽ തീർച്ചയായിട്ടും പലവിധ സത്കർമ്മങ്ങളും ചെയ്തിട്ടുള്ള ഈ സർപ്പത്തിൽ അങ്ങ് സംപ്രീതനായി തീർന്നതോർക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണുള്ളതാകുന്നത്. വിവിധ തപോനുഷ്ഠാനങ്ങൾ വഴി ഇവൻ എല്ലാവരെയും സന്തുഷ്ടരാക്കി ഇരുന്നുവെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ജന്മത്തിലെ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കാൻ കാര്യം വിവിധ തപോനുഷ്ഠാനങ്ങൾ വഴി എല്ലാവരെയും സന്തുഷ്ടരാക്കിയിരുന്നു വേണം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പുണ്യപാപ ഫലങ്ങളുടെ ഗുണം കൊണ്ടാണ് നമുക്ക് ഈ ജന്മവും അത് അനുഭവിക്കാനുള്ള കാരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപക്ഷെ ജീവികളുടെ എല്ലാം ക്ഷേമത്തിന് വേണ്ടി ഇവൻ ധാരാളം സത്പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ കാളിയൻ ഇങ്ങനെയുള്ള സത്പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറയാം. പൂർവ്വജന്മങ്ങളിൽ ഭക്തിമാർഗത്തിലൂടെ പുണ്യകർമ്മം അനുഷ്ഠിക്കാതെ ഒരുവന് കൃഷ്ണനുമായി സമ്പർക്കമുണ്ടാക്കാൻ സാധ്യമല്ലെന്നാണ് നാഗപത്നിമാർ സ്ഥിരീകരിക്കുന്നത്. അപ്പൊ നാഗപത്നിമാർ സ്ഥിരീകരിക്കുകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം, ഈ കാളിയന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പൂർവ്വജന്മങ്ങളിൽ ഏതെങ്കിലും ഭക്തിമാർഗം അനുഷ്ഠിച്ചിട്ടുണ്ടാകും. പുണ്യകർമ്മ അനുഷ്ഠിക്കാതെ ഒരുവന് കൃഷ്ണനുമായി ഇങ്ങനെയുള്ള സമ്പർക്കം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭു തന്റെ ശിക്ഷാഷ്ടകത്തിൽ ഉപദേശിക്കുന്ന പോലെ യാതൊരു ആദരവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ എല്ലാവിധത്തിലും ആദരിച്ച് തെരുവിൽ വലിച്ചെറിയപ്പെട്ട വൈക്കോൽ തുരുമ്പിനേക്കാൾ നിസ്സാരമാണ്. അതാണ് താനെന്ന ഭാവത്തോട് വിനയപൂർവ്വം ഹരേകൃഷ്ണമാവന്ത ഉരുവിട്ട് വേണം ഭക്തിയുത സേവനം നടത്താൻ. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. എന്താ ശിക്ഷാക്ഷരത്തിൽ പറയുന്നത്? ത്രിനാദഭി സുനീജേന തരോരഭി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അതാണ് അതായത്
എല്ലാവിധത്തിലും എല്ലാ ആൾക്കാരെയും ആദരിച്ചും തെരുവിൽ വലിച്ചെറിയപ്പെട്ട വൈക്കോൽ തുരുമ്പിനേക്കാൾ നിസാരനാണ് ആ തൃണാദപി സുനീജേന. അത്രത്തോളം ആ തുരുമ്പിനേക്കാൾ നിസാരനാണെന്നത് ആനന്ദ ഭാവത്തോടെ. അതായത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അഹങ്കാരം പാടില്ല. അഹങ്കാരത്തോടെ നമ്മൾ എന്ത് പ്രവർത്തിച്ചോ അത് ആപത്തിലേക്ക് വഴിതെളിക്കുമെന്നാണ്. ഓരോ ഓരോ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അപ്പം എത്രത്തോളം നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നു അതുപോലെ നമുക്ക് കുറ്റങ്ങളും കുറവുകളൊക്കെ മാറ്റി തരും. അതിലൂടെ നമുക്ക് നല്ല പാതയിലൂടെ സഞ്ചരിക്കാം. അതിന് വേണ്ടത് എന്താ? ഭഗവത് ചിന്ത, ഭഗവത് നാമജപം. ഭഗവത്ഗീതയിൽ പറയുന്നു, ധാമാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനനുവർത്തന്ത മനുഷ്യ പാർത്ഥ സർവേശ. നീ ഏത് രീതിയിലാണോ നിന്റെ കഴിഞ്ഞ ജന്മത്തിൽ ജീവിച്ചോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചുള്ള എന്നെ എങ്ങനെ സ്വീകരിക്കുന്നു, എന്നിലേക്ക് എങ്ങനെ അടുക്കുന്നു, അതെല്ലാം അനുസരിച്ച് നിനക്ക് കിട്ടേണ്ടതായ അവാർഡും റിവാർഡും ഞാൻ തന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ എപ്പോൾ ഭഗവാനെ വിളിച്ചോ അല്ലെങ്കിൽ ഭഗവാനെ ആദരിച്ചോ ഭഗവാൻ സേവനം ചെയ്തോ അതൊന്നും നഷ്ടപ്പെടില്ല. ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാലും അതൊന്നും നഷ്ടപ്പെടത്തില്ല. അതെല്ലാം ഉണ്ടാവും. അതാ പറയുന്നത്. അപ്പോൾ മന്ത്രം ഉരുവിട്ട് ഭഗവത് സേവനം നടത്താൻ കഠോരമായ പാപപ്രവൃത്തികളുടെ ഫലമായി സർപ്പശരീരം, അതാണ് ഏത് വിധമുള്ള പാപപ്രവൃത്തികളും അതിൽ നിന്ന് നല്ല വഴിയിലേക്ക് തിരിക്കും. നമ്മൾ ഭഗവാനുമായി സമ്പർക്കം ഉണ്ടായാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നാഗപത്നിമാർക്ക് അത്ഭുതം കൂടി വന്നു. തീർച്ചയായും ഇത് ആചാരങ്ങളുടെ സാധാരണ ഫലമല്ല. ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. അവർ പ്രാർത്ഥന തുടർന്നു. ഭഗവാനെ സ്വന്തം ശിരസിൽ ഭഗവാന്റെ പാദധൂളികളെ ഏറ്റുവാങ്ങാൻ ഇവന് ഭാഗ്യമുണ്ടായല്ലോ. അതാണ് നാഗവത്തിമാർ ഓർക്കുന്നത് അല്ലേ? ആ കാളിയന്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ഭഗവാൻ നൃത്തം ചവിട്ടി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അവർക്ക് മനസ്സിലായത്. പുണ്യം, ഇതിലും നല്ല പുണ്യം എന്താണ് വേണ്ടത്? ഭഗവാനെ സ്വന്തം ശിരസിൽ ഭഗവാന്റെ പാദധൂളികൾ ഏറ്റുവാങ്ങാൻ. ഭഗവാന്റെ പാദധൂളിയുടെ അടയാളങ്ങളാണ് നേരത്തെ പറഞ്ഞ 12 അടയാളങ്ങളുണ്ട്. നമ്മൾ നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞാണ്. അപ്പൊ ആ ഭാഗ്യം ആർക്കുണ്ടായി? ഈ കാളിയനുണ്ടായി. അപ്പൊ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ടാണ് ഐശ്വര്യദേവതയായ ദേവതയെ തിരയുകയും വിവിധ ജീവവർഗങ്ങളിൽ ജന്മമെടുക്കുകയും ചെയ്യുന്ന ജീവാത്മാക്കൾക്ക് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ സർവശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാ പറയുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഇതെല്ലാം ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈ ജന്മത്തിലായാലും അടുത്ത ജന്മത്തിലായാലും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായാലും നമുക്ക് ചെയ്യേണ്ടതായ കാരുണ്യം ലഭിക്കണമെങ്കിൽ നമുക്ക് ഭഗവത് ചിന്ത വേണം, ഭഗവത് നാമജപം വേണം, ഭഗവത് സേവനങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഭഗവാൻ, നമ്മളുടെ ഭക്തവത്സലായ ഭഗവാൻ നമ്മളോട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ്, ഒന്നും നഷ്ടപ്പെടില്ല. അത് മഹാഭയങ്ങളിൽ നിന്ന് പോലും നമ്മളെ രക്ഷിക്കും. അതായത് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞേഹാഭിക്രമൻ ആശ്വസ്തി പ്രത്യവായന സ്വൽപ്പതേ സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. ഒരു പ്രാവശ്യം ഹരിയുടെ ഗർജനം കേൾക്കുന്ന മാത്രമേ ആ ഹരിയുടെ നാമം, ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജീവിതത്തിൽ പല നല്ല സമയവും ചീത്ത സമയവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള എപ്പോഴും ഭഗവാന്റെ സേവനങ്ങളും ഭഗവത് നാമം, ഭഗവത് സ്മരണത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ രക്ഷിക്കും. അങ്ങനെയാണ് ഭക്തവത്സരൻ. അങ്ങനെ പിന്നെന്താ, നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കും. ഉള്ളിലുള്ള കാമക്രോധ ലോക മത മത്സരങ്ങളെല്ലാം നമുക്ക് കുറഞ്ഞു കിട്ടും. അതിലൂടെ മാത്രമേ നമുക്ക് ഭക്തിയുത സേവനത്തിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ, ഭക്തിയോഗത്തിന്റെ ബീജം അവർക്ക് ലഭിക്കുമെന്ന്, ഇങ്ങനെ അവർക്ക് മുക്തിമാർഗം തെളിഞ്ഞു വരുമെന്നും ചൈതന്യതാമൃതം പറയും. അപ്പൊ അതിലൂടെ എന്താ കിട്ടണേ? ഭഗവാന്റെ സേവനങ്ങൾ, ഭഗവത് നാമജപത്തിലൂടെ നമുക്ക് മുക്തിമാർഗം തെളിഞ്ഞു കിട്ടും. അതിനാൽ അങ്ങയ്ക്ക് ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. നാഗപത്നിമാരും ഭഗവാനെ സ്മരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിൽ അങ്ങ് പരമാത്മാവായി കൂടുന്നു. അപ്പൊ നമ്മുടെ എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിൽ ഭഗവാൻ പരമാത്മാവായിട്ട് കൂടിയുള്ളതാണ്. പ്രപഞ്ച പ്രത്യക്ഷത്തിന് അതീതനാകയാൽ അങ്ങ് എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനമാവുന്നു. ഇപ്പൊ എല്ലാത്തിൻ്റെ ആശ്രയസ്ഥാനം എന്ന് പറയുന്നത് എന്താ? ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനെ നമ്മൾ ആശ്രയിച്ചാൽ മതി. പരംപിതാവായ പരമദിവ്യോത്തപുരുഷായ ഭഗവാനെ നമ്മൾ എപ്പോഴും ആശ്രയിക്കണം എന്നാണ് പറയുന്നത്.
അപ്പം അങ്ങനെ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒന്നും നമ്മളെ എന്താ ഭഗവാൻ നല്ല രീതിയിലും നല്ല ശാശ്വതമായ ആനന്ദം തരാനുള്ള ഇതിലേക്ക് വഴിതെളിച്ചു വിടും എന്നാണ്. തളർത്താനാവാത്ത അനന്തമായ കാലത്തിന്റെ മൂർത്തിഭാവമാണ് അങ്ങ്. കാലത്തിന്റെ ശക്തി മുഴുവൻ അങ്ങയിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ ഭൂതം, വർത്തമാനം, ഭാവി, മാസം, ദിവസം, നാഴിക, വിനാഴിക ഉൾപ്പെടെ സർവരൂപത്തിലുള്ള സാകല്യത്തിന്റെ സമാഹാരവും സൃഷ്ടാവുമാണെന്ന്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഓരോ നിമിഷത്തിലും, ഓരോ നാഴികയിലും, ഓരോ ദിവസത്തിലും, ഓരോ വർഷത്തിലും ഭൂതം, വർത്തമാനം എന്നീ കാലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അങ്ങേക്ക് പൂർണ്ണമായി കാണാൻ കഴിയുന്നു. അപ്പൊ നമുക്ക് ഇന്നലെ ഈ സമയത്ത് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. പക്ഷെ ഭഗവാന് ഭൂതവും ഭാവി വർത്തമാനവും ഓരോ ജീവാത്മാവിന്റെ അറിയാം. അത്രത്തോളം അങ്ങനെയുള്ള പ്രപഞ്ചനാഥനായിട്ടുള്ള അങ്ങയുടെ പാദരേണുക്കൾ ശിരസിൽ വഹിക്കാനുള്ള അനുഗ്രഹം സിദ്ധിച്ചത് കാളിയന് വളരെ ഭാഗ്യം തന്നെയാണെന്നാണ്. അപ്പൊ നിർമ്മല ഭക്തന്മാര് അല്ലെങ്കിൽ ഭഗവാന് മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. അതിനെ പറ്റിയാണ് ഭഗവാനെ ക്രോധവുമായി സഹകരിച്ച് ഭൗതിക പ്രകൃതിയുടെ അത്യന്തം ബീഭത്സമായ ഗുണങ്ങളിൽ പോറ്റി വളർത്തിയിട്ട ഒരു ജീവവർഗത്തിലാണ് ജനിച്ചതെങ്കിലും ആ സർപ്പരാജൻ അത്യപൂർവമായ എന്തോ ഒന്ന് നേടിയിട്ടുണ്ട്. അതാണ് നമ്മളിൽ നിന്നുള്ള നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കാളിയമർദ്ദനം എന്നുള്ള ലീലയുടെ നമ്മളുടെ അതിൻ്റെ എല്ലാം പൊരുൾ എന്താന്ന് വെച്ചാൽ വലിയ സർപ്പരാജനാണ്. ആരാണ്? ഈ സർപ്പം, കാളിയൻ. പക്ഷെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിനുള്ളിൽ, അതായത് പ്രകൃതിയുടെ അത്യന്തം ബീഭത്സമായ ഗുണങ്ങളാൽ പോറ്റി വളർത്തപ്പെട്ട ഒരു ജീവവർഗത്തിലാണ് ജനിച്ചതെങ്കിലും ആ സർപ്പരാജന് അത്യപൂർവമായ മായ എന്തോ ഒന്ന് നേടിയിട്ടുണ്ട്, എന്തോ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ആ സർപ്പത്തിന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യാനുള്ള ആ ഭഗവാന്റെ പാദരേണുകൾ അതിൽ പതിയാനിടയായത്. അങ്ങനെയുള്ള ഭഗവാനെ സ്മരിക്കുന്നു, നമസ്കരിക്കുന്നു എന്നൊക്കെയാണ് ഈ നാഗവത്നിമാര് പറയുന്നത്. പിന്നെന്താ, എല്ലാത്തരം ജീവാത്മാക്കളുടെയും ആവിർഭാവം അവരുടെ ഇന്ദ്രിയങ്ങൾ, ജീവൻ, മനസ്സ്, ബുദ്ധി എല്ലാറ്റിനും കാരണമായിട്ടാണ്. അവിടുത്തെ ആന്തരിക ശക്തി കൊണ്ട് മാത്രമേ ഇതെല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലീലകളിൽ പറയുന്നത്. ഇതെല്ലാം അപ്പൊ നാഗപത്നിമാരുടെ ആ പ്രാർത്ഥന, ഭഗവാനോടുള്ള പ്രാർത്ഥന കാളിയനെ ശിക്ഷാവിമുക്തനാക്കി എന്നാണ് പറയുന്നത്. കാളിയന്റെ ശിക്ഷയിൽ നിന്ന്, അതായത് ഭക്തന്മാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് വിമുക്തരാകാൻ പറ്റും. ഭഗവാന്റെ പ്രഹരമേറ്റ് കാളിയൻ ബോധരഹിതനായിരുന്നു. ബോധം തെളിയുകയും ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്തപ്പോൾ കാളിയന് തൻ്റെ ജീവശക്തിയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനശേഷിയും തിരിച്ചു കിട്ടി. അതാണ് ഇതെല്ലാം മരിച്ചുപോയി എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. കാളിയൻ പിന്നെയും ജീവൻ ശേഷിയും തിരിച്ചു കിട്ടി. ഉപ്പുകകളുടെ അവൻ വിനയപൂർവ്വം പ്രാർത്ഥന തുടങ്ങി. പ്രിയപ്പെട്ട ഭഗവാനെ, സ്വഭാവേന അസൂയയും ക്രോധവുമുള്ള ഒരു ജീവിവർഗത്തിലാണ് ഞാൻ ജനിച്ചത്. സ്വന്തമായിട്ട് കാളിയൻ പറയുകയാണ്, ജനിച്ചത് അജ്ഞതയുടെ അന്ധതാമിശ്രത്തിൽ കഴിഞ്ഞ് കൂടിയതാണ് കാരണം. അപ്പൊ അജ്ഞത കൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്നത്. അപ്പൊ കൃഷ്ണ സൂര്യസമ എന്നാ പറഞ്ഞത്, മായ അന്ധകാര. അപ്പൊ മായയുടെ അടിത്തട്ടിലായിരുന്നു ഈ കാളിയൻ. അതുകൊണ്ടാണ് ഇതിനെല്ലാം കാരണമായത്. ജന്മവാസനകൾ ജീവികളുടെ ദേഹാന്തര പ്രാപ്തിക്ക് കാരണമാണെങ്കിലും അവ ഉപേക്ഷിക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് അങ്ങേക്കറിയാം. അപ്പൊ ജന്മവാസനയാണ്. ഇപ്പോൾ ഏതൊരു പല പല വാസനകളിലൂടെ ആയിരിക്കും നമ്മൾ വന്നത്. പക്ഷെ കൃഷ്ണാവോധത്തിലേക്ക് വരുമ്പോൾ ഈ വാസനയ്ക്കെല്ലാം കുറവ് കിട്ടും, അല്ലേ? ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ അത്യന്തം പ്രയാസമാണെന്നും, എന്നാൽ പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് ഭൗതികമായുടെ പിടിയിൽ നിന്ന് നമ്മൾ മായയുടെ പിടിയിൽ നിന്ന്, അതാണ് പറയുന്ന മായയ്ക്ക് അതും ഇതുതാൻ കലികാല ഭാഗ്യം എന്നാണ് പറഞ്ഞത്. എന്താണ് ഭാഗ്യം? നാമോച്ചാരണ മാഹാത്മ്യം. ഭഗവാന്റെ നാമം ജപിക്കുന്നതുകൊണ്ട് മായയ്ക്ക് അത് ഇതുതാൻ മഹാഭാഗ്യം. ആ മായയിൽ നിന്ന് വിടുവിടാനുള്ള ഒരേ ഒരു ഭാഗ്യം എന്താ? ഭഗവാന്റെ നാമജപത്തിലൂടെ നവവിധ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക്
അതിന് ഉപരിയായിട്ട് ഭഗവാനെ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ഇതെല്ലാം നമുക്ക് ഒരു മായയുടെ പിടിയിൽ നിന്ന് പുറത്തു ചാടാനുള്ള ഒരേ ഒരു വഴി എന്നാണ്. കാളി സർപ്പത്തിന്റെ അവന് കിട്ടിയ ശിക്ഷയുടെയും കഥ കേൾക്കുന്നവർക്ക് എന്താ, നമുക്ക് ഇതിന്റെ ശ്രുതി ഫലം പറയുന്നത് എന്താ? കാളിയന്റെ അസൂയയിൽ നിന്നുള്ള ഭയം ഒരിക്കലും ഉണ്ടാവില്ല. അസൂയയിൽ നിന്നുള്ള ഭയം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ കാളി സർപ്പത്തിന്റെ ആ ശിക്ഷയുടെ കഥ ഇത് കേൾക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ കഥ ശ്രവിക്കുന്നവർക്ക് ഭഗവാൻ പറയുകയാണ്, ഞാനും എൻ്റെ ചങ്ങാതിമാരായ ഗോപപാലന്മാരും മുങ്ങിക്കുളിച്ച് ഈ കാളിയ ഹദ്രത്തിൽ കുളിക്കുകയോ ഒരു ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഈ ജലത്തിൽ വെച്ച് പിതൃക്കൾക്ക് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നവർ സർവ്വവിധ പാപങ്ങളിൽ നിന്ന് മുക്തരായി തീരുമെന്നാണ്. അപ്പൊ നമ്മൾ യമുനാ നദിയിൽ പോരുമ്പോൾ എപ്പോഴും പിതൃക്കൾക്കൊക്കെ ഉപവസിച്ചുകൊണ്ട് തന്നെ പിതൃക്കൾക്കൊക്കെ ബലികർമ്മങ്ങൾക്ക് അനുഷ്ഠിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ മഹാപാപങ്ങളിൽ നിന്നും മുക്തരായി തീരും എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഭഗവാൻ കാളിന് ഒരു ഉറപ്പ് കൂടി കൊടുത്തു. സമുദ്രതീരത്തുള്ള മനോഹരമായ സ്ഥലത്ത് വെച്ച് നിന്നെ തിന്നാൻ ആഗ്രഹിച്ച ഗരുഡനെ ഭയന്നാണ് നീ ഇവിടെ എത്തിയത്. അതായത് ഗരുഡനെ ഭയന്നാണ് കാളിയൻ ഈ യമുനാ നദിയിൽ എത്തിയത്. ഉപവാസത്തിന് ശേഷം, അതായത് തുടർന്ന് ഭഗവാൻ കാളിന് ഒരു ഉറപ്പ് കൊടുത്തു. സമുദ്രതീരത്തുള്ള മനോഹരമായ സ്ഥലത്ത് വെച്ച് നിന്നെ തിന്നാൻ ആഗ്രഹിച്ച ഗരുഡനെ ഭയന്നാണ് നീ ഇവിടെ എത്തിയതെന്ന് എനിക്കറിയാം. ഭഗവാൻ ഇതെല്ലാം അറിയാം. ഇനി നിന്റെ ശിരസിൽ എൻ്റെ പാദമുദ്രകൾ കാണുമ്പോൾ ഗരുഡനെ നിന്നെ ശല്യം ചെയ്യില്ല. കണ്ട ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തി നോക്ക്. ഒരാൾക്ക് ഉപദ്രവമാണെന്ന് നമ്മൾ തോന്നിയേക്കാം, പക്ഷെ അയാൾക്ക് അത് ഉപകാരമായിട്ട് വരും. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. ഭഗവാൻ കാളിന്റെ പുറത്തുള്ള ഗരുഡന്റെ പിടിയിൽ നിന്ന് ഈ ഭഗവാന്റെ പാദരേണുക്കൾ പതിഞ്ഞ ഈ സർപ്പത്തിന്റെ ഗരുഡ തലയിലുള്ളിലുള്ള പാട് കാണുമ്പോൾ, ആ മുദ്രകൾ കാണുമ്പോൾ ഗരുഡൻ നിന്നെ ശല്യം ചെയ്യുകയില്ല. നമുക്ക് ഭഗവാന്റെ പ്രവൃത്തി നോക്ക്. ശല്യം ചെയ്യുകയില്ല. ഭഗവാൻ കാളിയിലും ഭാര്യമാരിലും സംപ്രീതനായി. അങ്ങനെ ഭഗവാന്റെ കാളിയ പത്നിമാരിലും ഒക്കെ വളരെ സംതൃപ്തരായി. അതാണ് ഭഗവാൻ ഭക്തവത്സലൻ എന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ നമ്മൾ ഭക്തിയുത സേവനം, നാമജപം അല്ലെങ്കിൽ ഭഗവത് പ്രീതിക്ക് പാത്രമായി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഒരു ഗുണമുണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും ഭഗവാന്റെ ആശ്രയത്തിലും ഭഗവത് പ്രീതിക്ക് പാത്രമാകാനാണ് നമ്മളെ ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കാളിയനിലും ഭാര്യമാരിലും സംപ്രീതനായി കൽപ്പന കേട്ടപ്പോൾ തന്നെ പട്ടാമ്പുരങ്ങൾ, പൂക്കൾ, പുഷ്പമാല്യങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചന്ദനദ്രവ്യം, ഈ താമരപ്പൂക്കൾ, ഫലങ്ങൾ തിരുമുൽക്കാഴ്ചയ്ക്കായി സമർപ്പിച്ചിട്ട് കാളിയന്റെ ഭാര്യമാർ ഗരുഡന്റെ യജമാനായ ഭഗവാനെ പൂജിച്ചു തുടങ്ങി. ഇപ്രകാരം തങ്ങൾ അത്യധികം ഭയപ്പെട്ടിരുന്ന ഗരുഡനെ അവർ പ്രസാദിപ്പിച്ചു. ഗരുഡനെയും പ്രസാദിപ്പിച്ചു. തുടർന്ന് കൃഷ്ണന്റെ കൽപ്പന അനുസരിച്ച് യമുനാനദിയിലെ ഹൃദയത്തിൽ നിന്ന് അവർ യാത്രയായി. അപ്പൊ ഇതാണ് കാളിയമർദ്ദനം. ഇതിൽ നിന്ന് നമ്മൾക്ക് ആപ്ലിക്കേഷൻ പാർട്ട്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പാർട്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം മാറ്റുക. നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോക മത മാത്സര്യങ്ങളെല്ലാം മാറ്റി ഭഗവാന്റെ സേവനങ്ങളും ഭഗവാന്റെ നാമജപവുമായി കഴിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, കാളിയന്റെ അഹങ്കാരം മാറ്റി കാളിയനെയും ഗരുഡൻ ഈ പാട് കാണുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ പാദമുദ്ര കാളിയന്റെ തലയിൽ കാണുമ്പോൾ ഗരുഡൻ പിന്നെ വരില്ല. അതിൽ നിന്നും കാളിയന് രക്ഷ കിട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെന്താ, യമുനാ നദിയിൽ പിതൃബലി ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാളിയമർദ്ദനം ലീലയുടെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഭഗവാൻ കാളിയനിലും ഭാര്യമാരിലും സംപ്രീതനായി, ആരെയും വിഷമിപ്പിക്കുന്നില്ല. അതാണ് ഭക്തവത്സലം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പരാപുരുഷായ ഭഗവാൻ കാളിയനോട് എന്താ പറഞ്ഞത്, നീ ഉടൻ ഇവിടം വിട്ട് സമുദ്രത്തിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ഒട്ടും വൈകരുത്. നിന്റെ കുട്ടികളെയും ഭാര്യമാരെയും വസ്തുക്കളെയും ഒപ്പം കൊണ്ടുപോകാം, എല്ലാം കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. യമുനാജലം മലിനമാക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു. എൻ്റെ പശുക്കളും പശുക്കുട്ടികളും ഗോപന്മാരും അത് നിർബാധം കുടിക്കട്ടെ. കാളിയന് നൽകിയ കൽപ്പന കേൾക്കുകയോ ഉരുവിടുകയോ ചെയ്യുന്നവർക്ക്
ഒരു കാലത്തും കാളിയനെ ഭയപ്പെടേണ്ടതില്ലെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ ഭഗവാന്റെ കൽപ്പന കേട്ട്, ഈ കൽപ്പന ഏതാണ് കൽപ്പന? നിന്റെ കുട്ടികളെയും ഭാര്യമാരെയും വസ്തുവകളെയും ഒപ്പം കൊണ്ടുപോകാം, യമുനാജലം മലിനമാക്കരുത്, എൻ്റെ പശുക്കളും പശുക്കുട്ടികളും ഗോപകുമാരന്മാരെയും നിർബാധം കുടിക്കട്ടെ എന്നുള്ള കൽപ്പന. അപ്പോൾ ഭഗവാന്റെ കൽപ്പന നമ്മൾ ഗോക്കളെയൊക്കെ പരിരക്ഷിക്കണം, വളരെ നല്ലതാണ്. നമ്മുടെ ഗോദാനം കൊടുക്കുക, ഗോക്കൾക്ക് ആഹാരം കൊടുക്കുക, ഇതെല്ലാം വളരെ മഹിമയാർന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യണം. ഇങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്കിതെല്ലാം പ്രായോഗികമാക്കി തീർക്കണം. കാരണം നമ്മൾ കാളിയന്റെ ഈ കഥ കേട്ടിട്ട് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഭഗവാൻ സേവനം ചെയ്യാനും ഭഗവാനെ നാമം ജപിക്കാനും അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ വരണമെന്നാണ് പറഞ്ഞത്. അപ്പൊ തങ്ങളുടെ ജീവിതം തന്നെ കൃഷ്ണന് സമർപ്പിക്കണം. എല്ലാം സാധാരണ സർവം കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞത്. അതിലൂടെ മാത്രമേ നമുക്ക് കാളിയമർദ്ദന ലീല ഇവിടെ അവസാനിക്കുന്നു. അതിലൂടെ നമുക്ക് കിട്ടിയ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെയും എപ്പോഴും ത്രിനാദപി സുനീജന, ചരിത മഹാപ്രഭുവിന്റെ ത്രിനാദപി സുനീജന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി, അത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ആ കാളിയൻ ദൂരത്ത് നിന്ന് വിഷം ചീറ്റുകയും അടുത്ത് നിന്ന് ഭീകരങ്ങളായ വിഷപ്പല്ലുകൾ കൊണ്ട് പൊത്തുകയും ചെയ്യുന്ന അതൊക്കെ ആചാര്യന്മാർ വളരെ അധികം വിശദീകരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തീർന്നില്ല. പക്ഷെ ഇത് കാളിയന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ, അപ്പൊ ചില പ്രഭുപാദിന്റെ കൃഷ്ണ ബുക്ക് വായിച്ചാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ, വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. അപ്പൊ എന്നാലും നമ്മൾ സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ എന്താണ് കാളിയന്റെ ചരിത്രം, കാളിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഭഗവാൻ രക്ഷിച്ചതും ആ കാളിയന്റെ പുറത്ത്. ഇനി കാളിയന്റെ ചരിത്രമാണ് നാളെ പറയേണ്ട വിശേഷമായി. കാളിയൻ സർപ്പങ്ങളുടെ ഈ ദ്വീപ് ഉപേക്ഷിച്ച് ഇപ്പൊ പോവുകയാണല്ലോ. അപ്പൊ ഇവിടുന്ന് വിട്ടു പോകാൻ ഭഗവാൻ ആജ്ഞാപിച്ചല്ലോ. അങ്ങനെ കാളിയൻ ഇവിടുന്ന് പോകുന്നതും ആ ദ്വീപിൽ നിന്ന് പോയതും പിന്നെ ഉറക്കത്തിലാണ്ടിരുന്ന വൃന്ദാവനവാസികൾ, അപ്പൊ വൃന്ദാവനവാസികളൊക്കെ പേടികൊണ്ട് ഉറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പൊ കാട്ടുതീയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് നാളെ പഠിക്കാനുള്ളത്. കാളിയന്റെ ചരിത്രത്തെ പറ്റിയാണ്, കാളിയന് എന്തുകൊണ്ടാണ് സർപ്പങ്ങളുടെ ദ്വീപ് ഉപേക്ഷിച്ച് പോയതും, അങ്ങനെ കാളിയനെ ഈ ദ്വീപിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഇതൊക്കെയാണ് കാളിയ മർദ്ദന ലീല. ഈ കാളിയന്റെ ചരിത്രമാണ് നമുക്ക് നാളെ പഠിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. കാളിന്തി നദി വേറെയാണോ പ്രഭു? കാളിന്തി എന്ന് പറഞ്ഞാണ് യമുന നദി. സെയിം യമുനക്ക് വേറെ പേരാണ് കാളിന്തി എന്നല്ലേ? അത് വേറെ. അതെ, ആ നദി എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ അടുത്തറിയാം. ഇപ്പൊ ഈ കാളിയൻ ഭഗവാൻ വൃക്ഷത്തിൽ ചവിട്ടിയതും ആ വൃക്ഷങ്ങളും അവിടുത്തെ ലീലകളും ഒക്കെ നമുക്ക് ഒരു പ്രാവശ്യം വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് ഇതൊക്കെ അടുത്ത് നമ്മൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഒക്കെ ഒരു നമുക്ക് ഇതൊക്കെ പോയി കാണണം, വൃന്ദാവനത്തിലേക്ക് പോകണം. എല്ലാവരും പോയിട്ടാവും, എന്നാലും കാളി ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പോയിട്ടുണ്ട് പ്രഭുജി. മിക്കവാറും ഭക്തന്മാർ പോയിട്ടുണ്ട്. പോകാത്തവർക്ക് ഇനിയുള്ളത് ഭവാഗ്നി മോക്ഷം. അതായത് ഇനി വരുന്ന കഥ എന്ന് പറഞ്ഞാൽ ദാവാഗ്നി മോക്ഷം. അത് കാളിയന്റെ ചരിത്രം തന്നെയാണ് ഈ ദാവാഗ്നി മോക്ഷം എന്ന് പറഞ്ഞത്. കാളിയൻ ആ മനോഹരമായ ആദിവാസ കേന്ദ്രം വിട്ട് അവിടുന്ന് പോകുന്നതും ഗരുഡനും കാളിയനോടും ഇത്രയും കടുത്ത ശത്രുത വന്നതും ഉള്ള കാര്യത്തെ പറ്റിയൊക്കെയാണ് നാളത്തെ നമുക്ക് പഠിക്കാനുള്ളത്. ഹരേ കൃഷ്ണ. ഇത് ഈ കഥകളൊക്കെ കേൾക്കണേ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഭക്തിയിലേക്ക് കൂടുതൽ നമ്മള് ഏതെല്ലാം ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് ഭഗവാന്റെ ലീലകളെ പറ്റി എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കാനും, എന്തുകൊണ്ടാണ് നമ്മൾ ഭക്തി, എന്താണ് ഭക്തി, എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, ഭക്തിയുടെ സേവനം ചെയ്യുന്നത്, എന്താണ് പരമാത്മാവ് ജീവാത്മാവ്, എന്തിനാണ് നമ്മുടെ ജീവിത ഉദ്ദേശം എന്താണ്, ജീവിതത്തിന്റെ ധർമ്മം എന്താണ്, കലിയുഗ ധർമ്മം എന്താണ്, നമ്മൾ എന്തിനാണ് ഈ ഭാഗവതം ഭഗവത്ഗീത ഒക്കെ പഠിക്കുന്നത്, എന്താണ് നമ്മുടെ
ഞാൻ ആരാണ്, ഞാൻ ശരീരമല്ല ആത്മാവാണെന്നുള്ള ചിന്ത നമുക്ക് വരണം. എന്നാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് തിരിച്ചറിവ് കിട്ടുള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നവവിധ ഭക്തി. അതിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ശ്രവണം, സ്മരണം, കീർത്തനം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജ്ഞാനവും അറിവും കിട്ടും. പക്ഷെ ആദ്യം വേണ്ടത് എന്താ? ഭക്തിയാണ് വേണ്ടത്. ഭക്തിയാനാം അഭിജാനേതി. ഭക്തി കൊണ്ട് മാത്രമേ ഇതെല്ലാം സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? ഹരേ കൃഷ്ണ. നമുക്ക് വേറെ ഒന്നും ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ സമയമായി. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ഭക്തന്മാർക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. എന്നിട്ട് ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ എല്ലാവർക്കും കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ.